ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ വീട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഇന്ന് പുറത്തിറങ്ങിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്ന സിലിണ്ടറുകളുടെ എണ്ണം വെറും 4 സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു. 5ാമത്തെ സിലിണ്ടർ മുതൽ നിങ്ങൾ വിപണി വിലയായ 1600 രൂപയോളം നൽകേണ്ടി വരും. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. ഈ തീരുമാനം നമ്മളെ എങ്ങനെ ബാധിക്കും? ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെ ഒരു വർഷം 9 സിലിണ്ടറുകൾ വരെ സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം ഇന്നലെ ഇറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം അത് വെറും 4 സിലിണ്ടറുകളായി ചുരുക്കി. പെട്രോളിയം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ LPGയുടെ വില കുത്തനെ ഉയരുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളുമാണ് ഈ വില വർധനയ്ക്ക് കാരണമായി സർക്കാർ പറയുന്നത്. 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകൾക്ക് നേരത്തെ തന്നെ 29 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സബ്സിഡി എണ്ണത്തിലും ഇടിവുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനം വെറും അടുക്കളയിലെ ചെലവ് മാത്രമല്ല കൂട്ടുന്നത്, സാധാരണക്കാരന്റെ ബഡ്ജറ്റ് തന്നെ ഇത് തകിടം മറിക്കും. ഇപ്പോൾ വിപണി വില 1600 രൂപയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ 4 സിലിണ്ടറുകൾ കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഗ്യാസ് വാങ്ങുക എന്നത് വലിയൊരു ബാധ്യതയായി മാറും. ഹോട്ടലുകളിലെ ഭക്ഷണ വില, ചായക്കടകളിലെ പലഹാരങ്ങളുടെ വില, ഗതാഗത ചെലവുകൾ, പാൽ, പച്ചക്കറി തുടങ്ങിയ നിത്യജീവിതത്തിലെ ഓരോ ചെലവുകളെയും ഇത് പരോക്ഷമായി ബാധിക്കും. സബ്സിഡി വഴി ലഭിച്ചിരുന്ന ആശ്വാസം ഇല്ലാതാകുന്നതോടെ മധ്യവർഗ കുടുംബങ്ങളും ദരിദ്ര കുടുംബങ്ങളും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് പോകുന്നത്. സർക്കാർ പറയുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ വൻ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലയും വലിയ നഷ്ടത്തിലാണ് കമ്പനികൾ കൈകാര്യം ചെയ്യുന്നത് എന്നും സർക്കാർ വാദിക്കുന്നു. വിപണി വിലയിൽ താരതമ്യം ചെയ്യുമ്പോൾ സബ്സിഡി സിലിണ്ടറുകൾ ഇപ്പോഴും സാധാരണക്കാർക്ക് ആശ്വാസകരമാണെന്നാണ് മന്ത്രാലയം അവകാശപ്പെടുന്നത്. എങ്കിലും ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളിൽ വൻ വെട്ടിക്കുറവ് വന്നത് വലിയ ആശങ്കയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം കൂടി, സബ്സിഡി കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കണക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മിക്ക കമ്പനികളും ഓൺലൈൻ വഴിയാണ് പുതിയ കണക്ഷനുകൾ നൽകുന്നത്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, അഡ്രസ് പ്രൂഫ് എന്നിവ മാത്രം മതിയാകും. എന്നാൽ നിങ്ങൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ഗ്യാസ് കണക്ഷൻ കൃത്യമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് കൃത്യമായി KYC അപ്ഡേറ്റ് ചെയ്യുക. നിലവിൽ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് സർക്കാർ സബ്സിഡി ലഭിക്കുമോ എന്ന കാര്യത്തിൽ പുതിയ ഉത്തരവുകളിൽ വ്യക്തത കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി സംസാരിച്ച് സബ്സിഡി അർഹതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം പുതിയ കണക്ഷൻ എടുക്കുക. ചുരുക്കത്തിൽ ഗ്യാസ് വിലയുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സർക്കാർ ഇറക്കുന്ന ഇത്തരം പുതിയ ഉത്തരവുകളും സാധാരണക്കാരെ ബാധിക്കുന്ന നിയമങ്ങളും അർഹരായവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ദിവസവും കൃത്യമായി അറിയാൻ നമ്മുടെ ഐഷാം ഐഡിയാസ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത് ശരിയായ നടപടിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.